ഹായ്. കുറേ ദിവസം കൂടി ഇന്ന് മമ്മി വരാൻ അങ്ങനെ വന്നത് കേട്ടോ. ഭയങ്കര മടി, വീഡിയോ എടുക്കാനൊന്നും തോന്നലില്ല. ഇതിപ്പോൾ ഇന്ന് കാലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി. അപ്പോൾ ബാക്കി കടല വേവിച്ച് തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ഉള്ളിയും പിന്നെ മുളകും കൂടെ ചേർത്തിട്ട് മെഴുക്കുവരട്ടി ആക്കാൻ വിചാരിക്കുക. ഭയങ്കര മഴയുണ്ട്, സൗണ്ട് കേൾക്കണ്ടോ ആവോ വീട്ടിനറിയാം. നല്ല അസല മഴ വന്നാൽ മഴ, വെയിൽ വന്നാൽ വെയിൽ അല്ലേ. എല്ലാവരും നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊരു വെയിലാണ്, കുട എടുത്താലും കാര്യമില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. മഴ വന്നാൽ പറയും നനഞ്ഞ് ചീഞ്ഞിട്ട് ഡ്രസ്സ് മുഴുവനും നാശമായി, ഇറങ്ങാൻ പറ്റുന്നതാണെന്ന് പറയും. ഒക്കെ കണക്ക് തന്നെ, എല്ലാവർക്കും കുറ്റമാണ്. മഴയ്ക്കും കുറ്റം, പാവം വെയിലിനും കുറ്റം. കുറ്റമില്ലാത്ത ഒരാളുള്ളൂ, മഞ്ഞ്. രാത്രിയാണല്ലോ നമുക്കിവിടെ, അതുകൊണ്ട് പിന്നെ രാത്രി പുറത്തിറങ്ങലില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മഞ്ഞിനെ മാത്രം നമ്മളിങ്ങനെ കുറ്റം പറയില്ല. മഴയും കുറ്റം പറയും, വെയിലിനെയും കുറ്റം പറയും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? നമ്മുടെ ഇന്നത്തെ പാചകം അപ്പോൾ ഇവനെ അങ്ങോട്ട് മെഴുക്കുവരട്ടിയാക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഉള്ളി മുളകും ചതച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മുളക് ചതയ്ക്കുക ഈ കൂട്ടത്തിൽ? ഞാൻ ചതയ്ക്കുന്നത് എന്താണെന്നറിയോ? കൊല്ലമുളകില്ലേ, ചുവന്ന മുളക്, കപ്പൽ മുളക് എന്ന് പറയുന്നത്. പിന്നെ വേറെ എന്താണ്ട് പേരൊക്കെ പറഞ്ഞേക്കാം, എന്താണ് ഞാൻ പറഞ്ഞു. അപ്പം ആ മുളകും ഈ ഉള്ളിയും കൂടെ ചതച്ചിട്ടാണ് ഞാൻ മെഴുക്കുവരട്ടി ആക്കണം കേട്ടോ. പക്ഷേ എൻ്റെ വിഷ്ണു അപ്പോൾ ഒരു കാര്യം ചെയ്യും, അത് രണ്ടും കൂടെ ചതച്ചാൽ പോരാമേന്ന് പറഞ്ഞുകൊണ്ട് വരും. നേരെ അവൻ്റെ പച്ചമുളക് എടുത്തുകൊണ്ട് വരും. ഈ പച്ചമുളകിനെയും കൂടെ ഇട്ടിട്ട് ചതയ്ക്കും. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റാണ് പച്ചമുളക് കൂടെ ഇട്ടിട്ട് ചതച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ എന്തായാലും കൊല്ലമുളക് എടുക്കട്ടെ, ബാക്കി 2 പച്ചമുളകും കൂടെ ഇടാൻ വേണമെങ്കിൽ. 2 അല്ലേ ഉള്ളൂ. നല്ലോണം കടലയുണ്ടെങ്കിൽ ഇന്നലെ രാത്രി അവൻ്റെ അടുത്ത് വെള്ളത്തിലിട്ടതാണ്, ഞാൻ കണ്ടില്ല. രാവിലെ എനിക്ക് വന്നപ്പോൾ എൻ്റെ പാത്രം നിറച്ച് കടല പൊങ്ങി ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടോ, ഇതെന്താണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാനേ ഏപ്രിൽ ഉണ്ടെങ്കിലും അതിന് സുഖം എനിക്കൊരു മുകളിൽ ഇതിങ്ങനെ കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ അഴിച്ചു മാറ്റാൻ, കൈ ഇങ്ങനെ തുടച്ചു കൊടുക്കാം, ഉടുപ്പ് കേടാവില്ല. പുതിയ ഉടുപ്പാണ് കേട്ടോ, ബാക്കിയൊക്കെ കേടായി ഒരുവിധം ചമ്പായിട്ട് നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഉടുപ്പ് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ അതാ പച്ചമുളക് എടുക്കാൻ നോക്കിയപ്പോൾ ഉണ്ട് 2 പേര് തല പൊക്കി നിൽക്കണം. ഇങ്ങനെ ഇവരെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിത്തണ്ടിൻ്റെ ആവശ്യത്തിന് കിട്ടും കേട്ടോ. പിന്നെ കുറേയൊക്കെ നടുവാണെന്നുണ്ടെങ്കിൽ അടിയിൽ ഉള്ളി മുളച്ച് ഉള്ളിയും കിട്ടും, ഉള്ളിത്തണ്ടെടുത്ത് തോരനും വയ്ക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും നമ്മൾ ചില്ലി ഗോപിയോ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് ഇതിടൂലേ, അതിനെടുക്കാം. ഇതിപ്പോൾ ഒരെണ്ണമായിട്ട് നട്ടിട്ട് കാര്യമില്ല, പക്ഷേ ഇതിന് മുള വന്നു. അപ്പോൾ ഈ മുള കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് ഇടണോ അതോ അവനെ കൊണ്ട് നട്ടിട്ട് കാര്യമുണ്ടോ? മഴയത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് ചെയ്യും, അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞെട്ടൊക്കെ കളയട്ടെ, ഞെട്ടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ സുഖമില്ല. ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കാം. പിന്നെ കറി എന്ത് വയ്ക്കുന്നുള്ള ചിന്തയെല്ലാം ഇരിക്കണേ. സാമ്പാർ 2 ദിവസമായി സാമ്പാറായിരിക്കുന്നത്, പിന്നെ ആരും കൂട്ടില്ല അത്രയും വൈകിക്കഴിഞ്ഞാൽ. പിന്നെന്താ, കറിക്ക് ചൊരക്കയുണ്ട്. ചൊരക്ക, എരിശ്ശേരി. ഒരു സുഖമില്ലാത്ത സാധനം കൂട്ടാൻ എരിശ്ശേരി അല്ലേ. ഒരു എന്താ പറഞ്ഞേ, എരിവുമില്ല, പുളിയില്ല, ഒന്നുമില്ലാത്തൊരു കൂട്ടാനുണ്ടെങ്കിൽ അത് എരിശ്ശേരിയാണ്. അതായത് തോരനൊക്കെ നമ്മൾ മെഴുക്കുവരട്ടി തോരനൊക്കെ വയ്ക്കുമെങ്കിൽ അതിൽ വെളിച്ചെണ്ണ എല്ലും തേങ്ങ എല്ലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ശരിക്കും തേങ്ങ എല്ലുമെങ്കിലും എനിക്കെന്തോ ഇഷ്ടമല്ല. അതിൽ നല്ലത് കൂട്ടുകറിയൊക്കെ നല്ല രസമാണ്. അതേ 2-3 പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവനെ ചതച്ചിട്ട് നമുക്ക് കടലയും മെഴുക്കുവരട്ടിയാക്കാം. അപ്പോൾ അതിന് എൻ്റെ വലിയ സ്റ്റാൻഡൊക്കെ പോയി കിടക്കണതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാൻ ഉണ്ടാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കടല ഇത് കണ്ടോ, കടല വെള്ളത്തിലിട്ട് വെച്ചേക്കണ എൻ്റെ പുത്രൻ ദൂരം കടലയ്ക്കാൻ നോക്കൂ. ഇത് വേവിച്ചെടുത്താൽ ഞാൻ ഈ മെഴുക്കുവരട്ടിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതെ ചീനച്ചട്ടിയൊക്കെ റെഡി. ഈ ചീനച്ചട്ടിയിൽ കുറേ കരി പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഗ്യാസ്, ഞാൻ വിചാരിച്ചു ഗ്യാസ് കണ്ണു കൂട്ടിയിരുന്നു. എന്താ ചീനച്ചട്ടിയിൽ പിടിക്കാൻ കാര്യം അറിയാം? ഞാൻ സൺഫ്ലവർ ഓയിൽ കുറേ ഉപയോഗിച്ചു കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇതായത് നമ്മൾ
നമ്മുടെ ഉള്ളിയൊക്കെ റെഡി കേട്ടോ. എന്താ പറഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനിങ്ങനെ കറ പോലെയുണ്ട്. അപ്പം സൺഫ്ലവർ ഓയിലിന് കറ പോലെയുണ്ട്. കറ പോലെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചീനിച്ചട്ടിയിലൊക്കെ ഒഴിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക പിടിച്ചിട്ട് പോണില്ല ഓയിലങ്ങോട്ട്. അതായത് പാം ഓയിലിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ വേറെ ഓയിലുകളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല, നമ്മുടെ സാധാ വെളിച്ചെണ്ണ തന്നെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഈയിടെയായിട്ട് മാറ്റി സൺഫ്ലവർ ഓയിലിനെ മാറ്റി പാം ഓയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലരോട് പാം ഓയിൽ കൊള്ളില്ല ഉപയോഗിക്കണേന്ന്, ചിലർ പറയും സൺഫ്ലവർ ഓയിൽ കൊള്ളില്ല ഉപയോഗിക്കുന്നത്. ഇത്രയും സൺഫ്ലവർ ഓയിൽ ഇട്ടുണ്ടെങ്കിൽ എന്തുമാത്രം സൺഫ്ലവർ നട്ടുപിടിപ്പിച്ചാലാണ് കിട്ടാനത് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ സൺഫ്ലവറിനെ ഒഴിവാക്കി പാം ഓയിലാക്കും. ഇടയ്ക്ക് തന്നെ വല്ലപ്പോഴും ഒരു സൺഫ്ലവർ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ വെളിച്ചെണ്ണ റെഡിയാക്കി ഒഴിക്കട്ടെ. എന്തായാലും ചീനച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. എന്നിട്ട് മെഴുക്കുവരട്ടി റെഡിയാക്കാം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലല്ലേ, അപ്പോൾ അത് ഞാൻ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാം ഓയിൽ ഒഴിക്കും, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ എങ്ങനെയുണ്ട്, വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കിട്ടും, ഓയിലിൻ്റെ പാം ഓയിലുമായി. അടിപൊളിയല്ലേ? എന്തായാലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച് കാച്ചി വെച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. പപ്പടം കാച്ചിയതിൻ്റെ ബാക്കി കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ദിവസത്തേക്കൊന്നും വെച്ചത് വീണ്ടും 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 ഉപയോഗിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ കൊള്ളില്ല എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാനിപ്പോൾ മണം വന്ന് അടിക്കും. ചിമ്മിനി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുകയില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ഉള്ളിയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചീഞ്ചട്ടി കാണാനുള്ളതൊക്കെ അല്ലേ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാമല്ലേ. പിന്നെ എന്താ, മൂന്നാർ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടായിരുന്നോ? കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെ യാത്ര പോയിട്ടൊക്കെ വീഡിയോ ഇടാനായിട്ട്. പാചകത്തിൻ്റെ ഇടാനും ഇഷ്ടമാണ്, ഹോട്ടലുകളിൽ പോയി ഇടാൻ, അതേപോലെ ഹോട്ടലുകളിൽ ഫുഡ് കഴിച്ചിട്ട് ഇടാൻ ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒന്നും നടക്കാറില്ല. എല്ലാം ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്തൊന്നുമില്ല. യാത്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും യാത്രയൊന്നും പോകുന്നില്ല പണ്ടത്തെ പോലെ. പണ്ടൊക്കെ ഒരുപാട് യാത്ര പോകുമായിരുന്നു, ഇപ്പോൾ വരാം. കയ്യൊന്ന് കഴുകാൻ പോയതാ. ഇനി നമുക്ക് ഉപ്പ് ഉള്ളി നോക്കുകയും ചെയ്യും, കടലയ്ക്കുള്ള ഉപ്പ് പോയി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നമുക്ക്. അല്ലെങ്കിലും കടലയ്ക്ക് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തല്ലേ. പിന്നെ ഈ പച്ചമുളക് ചേർത്തിടുന്നവർ ഉണ്ടാവാൻ വഴിയില്ല. പച്ചമുളക് അല്ലെങ്കിൽ മുളക് പൊടി മുപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അധികം എല്ലാവരും കടലയ്ക്ക് ഇടുക. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കടലക്കേക്ക് കുറച്ച് വെള്ളമുണ്ട്. അതിപ്പോൾ ചിക്കനൊക്കെ വെള്ളം വന്നെങ്കിൽ നേരെ സൂപ്പാക്കി മാറ്റാമല്ലേ, അത് പറ്റൂല. അതുകൊണ്ട് നമുക്കൊരു തവി എടുത്തിട്ട് അതുകൊണ്ട് പോയി ഇടണം. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒന്ന് മൂത്ത് വെക്കും, മൂത്തിട്ടില്ല, വെളുത്ത് തന്നെ ഇരിക്കണേ. ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ കൂടുതലാണ് ഉള്ളത്, മുക്കാൻ സമയം എടുക്കണം. പിന്നെ എന്താണ് വിശേഷം? നിങ്ങളുടെ പാചകമാണോ ഇഷ്ടം, പാചകമാണോ ഇഷ്ടം, യാത്രയാണോ ഇഷ്ടം, ഏതാ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒരു ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ പരിപാടി വരില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. അത് രണ്ടും ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇടാതെ തോന്നുന്നത്. കുറേ കമൻറ്റുകളും ലൈക്കുകളും അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനിയും വീഡിയോ എടുക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ മടുപ്പ് തോന്നും. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ഒരേ സാധനങ്ങളൊക്കെ തന്നെ, അതൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടുന്നതിൽ എന്താ കാര്യമുള്ളതെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യില്ല. യാത്രകൾ എന്നും പോകാൻ പറ്റില്ല. പിന്നെ പോണ സ്ഥലത്തേക്ക് തന്നെ പോകുന്നത് നമ്മളെടുത്തത് വീണ്ടും എടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും എടുക്കാറില്ല. പിന്നെ ഉള്ളി മൂത്ത് തന്നെ ഉള്ളൂ. അപ്പോൾ മൂത്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കടലക്കേക്ക് ഇട്ട് മെഴുക്കുവരട്ടി ആക്കിയിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ഉടുപ്പെന്നാണോ പറഞ്ഞത്? ഉടുപ്പല്ലാട്ടോ, ഇത് ചുരിദാറാണേ. എനിക്ക് ഉടുപ്പിടുന്ന ഇഷ്ടമല്ല വീട്ടിൽ.
പുറത്തേക്ക് പോയാലും വീട്ടിൽ പോയാലും എവിടെ പോയാലും ചുരിദാർ ചുരിദാർ ചുരിദാർ. സാരി എനിക്ക് ഭയങ്കര ഇഷ്ടം, സെറ്റും കൂടി ഇഷ്ടമാണ്. വീട്ടിൽ നിൽക്കുമ്പോഴും ചുരിദാർ ഇടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത് എന്താക്കി കഴിഞ്ഞാൽ ഒന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉടുപ്പിട്ടുകൊണ്ട് പോകാനൊരു ചമ്മലായിരിക്കും. നമ്മൾ നിറയെ ആൾക്കാരുടെ ഏരിയ. അപ്പോൾ ചുരിദാറാണെങ്കിൽ ആ പ്രശ്നമില്ല. അതാണ് അതിനുള്ള ഗുണം. പിന്നെ എന്താ, നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടാവും എന്താ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പണിയെടുക്കണേ, സിനിമ സ്റ്റൈലാണോ എന്നൊക്കെ. അല്ല കേട്ടോ, ഞാനത് അങ്ങനെ അങ്ങോട്ട് ചെയ്തു വന്നപ്പോൾ കാലത്തെ കുളിച്ചതാണ്. കെട്ടി വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ മുടിയല്ലേ. അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് കുറച്ച് നേരമായി, എന്നാലും ഉണങ്ങിയിട്ടില്ല മുടിയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇട്ടായിരുന്നു. അപ്പോൾ മുടി കുറച്ച് മുമ്പോട്ട് വന്ന് കടന്നുപോയി. അങ്ങനെ കിടക്കട്ടെ എന്ന് വെച്ചു. പിന്നെ കൈ കൊണ്ട് മുടി തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ശരിയാവില്ല, അറിയാലോ. വൈകുന്നേരമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഒരു എന്താ പറയുക, ഒരു ടവലൊക്കെ എടുത്ത് മുടി കെട്ടി വയ്ക്കും, എന്നിട്ടേ പാചകം ചെയ്യുള്ളൂ. ഇനി ഒരു കഷ്ണം മുടി എന്നാലും വീണ് പോയാൽ നമ്മുടെ ആൾക്കാർക്ക് നമുക്ക് കുഴപ്പമില്ല, വീഴില്ല, വീഴാറില്ല. പോകും പരീക്ഷണം വേണ്ടല്ലോ. അതുകൊണ്ട് പാചകം കഴിയോളം തലയിൽ ടവലുണ്ടാവും. അപ്പം അങ്ങനെ പറഞ്ഞ് ഉള്ളിയൊക്കെ മൂത്തു. ഇനി നമ്മുടെ കടലക്കുട്ടികളെ എഴുതിയിട്ട് കൊടുക്കാം. ഈ കടലമെഴുക്കുവരട്ടി ചായക്ക് നല്ലതാട്ടോ. വൈകുന്നേരത്തെ ചായക്ക് കടിയേക്കട്ടെ. മുട്ടൊക്കെ ഉണ്ട്, കളറ് മാറി ഒന്നോടൊന്ന് കുറവൊന്നാക്കാൻ വേണ്ടി, എരിവ് കുറയാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ എരിവ് കഴിക്കുന്നില്ല. ഈ കറിയുടെ കാര്യത്തിലാണ് ചോദിക്കുന്നത്. എരിയുണ്ട്. ഉണക്കച്ചെമ്മീൻ വെച്ചു, അതിനെ ഒരു കറിയാക്കിയാലോ. ആ പണി കഴിഞ്ഞില്ല. സാമ്പാർ വെച്ച് ഇപ്പം ആരും കൂട്ടാണ്ടായി. അപ്പം വേണ്ട സാമ്പാർ. വിഷ്ണുവിന് സാമ്പാറെന്ന് പറഞ്ഞാൽ വെക്കണം. അപ്പം അവനും വേണ്ടണ്ട്. നമുക്ക് നല്ല മണമൊക്കെ വന്നില്ല കേട്ടോ, ഉള്ളിയൊക്കെ മൂത്തിട്ട്. ഞങ്ങൾ കടലക്കുട്ടിയെ കോരിയിടാം. തീ കുറച്ചാൽ മതി. ഞാൻ തോന്നിയാൽ കുറച്ച് കടല മാറ്റിയിട്ട് നാളെ രാവിലെ പുട്ടിന് കറി വെക്കും. കുറച്ചവിടെ ഇരിക്കട്ടെ, നാളെ പുട്ടിനാക്കാം. എന്നിട്ട് കറിയാക്കാൻ ഇത് തന്നെ ഒരുപാടുണ്ട്, അതുകൊണ്ടുണ്ട്. ഇതിവിടെ കിടന്നൊന്ന് വലിയണം കേട്ടോ, വലിയ ടേസ്റ്റ് വലിയ. മഴ എങ്ങനെയുണ്ട്? അടിപൊളി മഴയല്ലേ? എല്ലാവർക്കും ഇല്ലേ മഴയൊക്കെ? അതവിടെ കിടന്ന് മുരിഞ്ഞ് വരട്ടെ. നമുക്ക് ഉണക്കച്ചെമ്മീൻ്റെ റെഡിയാണ്. വലിയൊരു പാക്കറ്റ് ചെമ്മീൻ വാങ്ങിച്ചതാണ്. ഇത് എത്ര ഉണ്ടെന്ന് അറിയോ? 100 രൂപയുടെ ചെമ്മീനായിരുന്നു. എടുത്തെടുത്ത് ഇത്രയായി. വെയിറ്റ് 100 ഗ്രാം. 100 ഗ്രാമിനാണ് 100 രൂപ കേട്ടോ. 100 ഗ്രാമിന് 100 രൂപ. എന്താ അല്ലേ? പക്ഷെ ഉണക്ക ചെമ്മീനായതുകൊണ്ട് ഇത് നിറച്ചുണ്ടായിരുന്നു. ഞാനിപ്പോൾ 2 പ്രാവശ്യം എടുത്ത് കഴിഞ്ഞത് 3ാമത് ഇത് മുഴുവൻ എടുക്കാൻ പോയി. പിന്നെ അതാ നമ്മളുടെ മൂവാണ്ട മാങ്ങയുണ്ട്. അപ്പോൾ മാങ്ങ ചെമ്മീൻ ഇട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി മുഴുവനായിട്ട് അങ്ങ് എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. ഓക്കെ അറിയാമല്ലോ അല്ലേ? ചെമ്മീനൊക്കെ എടുത്തറിയാവുന്നവർക്ക് അറിയാം. പറയേണ്ട കാര്യമില്ല. ഇതിനാ മുളകൊന്നും ചേർക്കുന്നത്.
ഒന്ന് പേറ്റി കളഞ്ഞിട്ട് വരട്ടെ. ആരോ കേസ് കൊടുക്കുന്ന ആദ്യം പേറ്റി കളഞ്ഞു. ഇത്ര സാധനമുള്ളൂ. ഇനി ഇതിനെ വാലും തലയൊന്നും വേണ്ടേ, അതിനുള്ള എളുപ്പ പരിപാടി ഉണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇത്രയുള്ള കാര്യം. ചിലർ ഇന്നിപ്പം കൈകൊണ്ട് ഇങ്ങനെ വേണം. അതും മീനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാർ എന്തിനാണെന്ന് എനിക്കറിയില്ല. കൈകൊണ്ട് കിള്ളി സമയം കളയുന്നു. ഇതിപ്പോൾ പൊടിഞ്ഞ് എൻ്റെ കുത്തിക്കൊള്ളുന്ന ഭാഗമൊക്കെ പൊക്കോളും. നമ്മുടെ കറി വയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ നേരത്തെ കുത്തിക്കൊള്ളുമല്ലോ ഹായിൽ. നേരത്തല്ല ഹായിൽ. അത് പറയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. അപ്പോൾ ഇതൊന്ന് ആക്കിയിട്ട് വെക്കാം കേട്ടോ. റെഡി. ഇനി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അത് എളുപ്പം. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് മാറ്റി വെച്ച ചെമ്മീൻ്റെ തലയും പാലും പൊടിയൊക്കെ ഇപ്രാവശ്യം നമുക്കിങ്ങനെ ഇങ്ങനെ 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 ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മുകളിലേക്ക് അങ്ങോട്ട് കൂടി വരും. എന്ത് ചെമ്മീൻ പൊടിയൊക്കെ അടിയിൽ പോകും. അപ്പം അങ്ങോട്ട് ആ ചെമ്മീനെ മാത്രം അങ്ങോട്ട് പറക്കി മാറ്റിയ പണി എളുപ്പമായി. മുറോട്ടൊന്ന് അനക്കിയാൽ മതി. ചെമ്മീനൊക്കെ മുകളിലെത്തി. കൊഴിക്കാനും എന്താണ് മുറത്തിൻ്റെ പരിപാടിയൊന്നും ശരിക്കും എനിക്കറിയില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒപ്പിക്കണം. നമ്മളെ ആരും തോപ്പിക്കരുതല്ല. അയ്യേ ഇവർക്കെന്തറിയാന്ന് പറയരുത്. അതുകൊണ്ട് എല്ലാം ചെയ്യും, എന്തും ചെയ്യും. ബീഫ് കറി വെച്ചിട്ടില്ല. ബീഫ് മാത്രം എനിക്കെന്തോ പണ്ടേ വാങ്ങിക്കാത്തത് കൊണ്ട് പിന്നെ എനിക്കെന്തോ കഴിക്കാനൊരു വിഷമമാണ്. അതുങ്ങളെയൊക്കെ ഓർമ്മ വരുന്നേ ബീഫ് കഴിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ചിക്കൻ കഴിക്കണുള്ളേ, മട്ടൻ കഴിക്കണുള്ളേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതൊക്കെ കഴിക്കണമെങ്കിൽ ബീഫെന്ന് കേൾക്കുമ്പോൾ എനിക്കെന്താവും, എനിക്ക് ഉള്ളിലൊരു വിഷമമാണ്. വലിയ മൃഗമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ കഴിക്കാറില്ല. എന്നാലും വാങ്ങിച്ചോണ്ട് വരട്ടെ വയ്ക്കുമെന്നൊക്കെ ചോദിക്കും. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കാണ് രണ്ടാളെ. എന്നാണത് വാങ്ങിച്ചോണ്ട് തന്നെ പിടി മുറുക്കണേന്ന് എനിക്കറിയില്ല. പലപ്പോഴും കൊതി തോന്നുമ്പോൾ അവർ പുറത്തുനിന്ന് എന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കും. അല്ലെങ്കിൽ കടയിലൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോകില്ലേ, ആ സമയത്ത് അവിടെ നിന്നൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെയാട്ടോ ചെമ്മീൻ നന്നാക്കി എടുക്കുന്നത്. എളുപ്പ പരിപാടിയായിട്ട് ചൂടാക്കി ഹോട്ടലിട്ട് ചൂടാക്കിയിട്ട് മുറത്തിലിട്ട് പുറത്തിന് മുറിവില്ലെങ്കിൽ പേപ്പറിലിട്ടിട്ട് ഒന്ന് ഒരു നമ്മുടെ ചെറിയ അമ്മിക്കല്ലോ, ഇപ്പം ഈ കല്ലില്ലാത്ത വീടുണ്ടാവില്ലല്ലോ, കുഞ്ഞി കല്ലില്ല അടുക്കളയിൽ വെക്കണേ, നമുക്ക് ഇടിയാനായിട്ടൊക്കെ ഉപയോഗിക്കണേ, അതിൻ്റെ കല്ല് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചപ്പാത്തി പലകയുടെ ഇല്ലാത്ത വീടുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ ചപ്പാത്തി ചുടാത്ത വീടില്ല, ആ കോലെടുത്താലും മതി. ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ തലയും പലക പൊടിഞ്ഞു മാറും. അപ്പോൾ അവനെയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കൊരു ദിവസത്തിൽ തേങ്ങ ഇരണ്ടി വറുത്തെടുത്തിട്ട് ഇവനെയും കൂട്ടി നമ്മുടെ മുളകും വറുത്ത് കരിവേപ്പിലയൊക്കെ നല്ലോണം ഇട്ടിട്ട് വറുത്തിട്ട് നമ്മുടെ ചമ്മന്തിയിലാക്കി. അത് ഞാനൊരു ദിവസം ഉണ്ടാക്കി കേട്ടോ, ഇതിന് മുമ്പ് വാങ്ങിച്ചപ്പോൾ. അമ്പോ എന്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞേ. ഞാനും കൂട്ടി, എല്ലാവരും കൂട്ടി, പറയാനില്ല അതിൻ്റെ ടേസ്റ്റ്. അല്ല ഈ വർത്തമാനം പറഞ്ഞേ വീഡിയോ വലുതായി പോകണ്ടോ, കുറേ നാളായി വന്നിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഏറി പോകണ്ടോ എന്നൊരു സംശയം. എന്തായാലും ഇന്നത്തെ വീഡിയോ കിടക്കട്ടെ അല്ലേ ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ പറക്കി എടുത്തിട്ട് വരാം ഞാൻ കേട്ടോ. എന്നിട്ട് തേങ്ങ ഇരണ്ടണം, മടക്കണം. കറണ്ട് എങ്ങാനും പോയാൽ പണി കുളമായി, അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് തീർന്നു, ഏകദേശം തീർന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ ഉള്ളൂ. അതിങ്ങനെ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ തെളിഞ്ഞു വരും. തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റിയാൽ പണി കഴിഞ്ഞല്ലോ. എളുപ്പം ഈച്ച ഉണ്ട് കേട്ടോ. മഴ വന്ന് എല്ലായിടത്തും ഉണ്ടോ ഈച്ച? ഞങ്ങൾ പറയും ഇവിടെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച വരും, പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ. കാരണം ഈ ചിക്കനൊക്കെ വഴിയിലൊക്കെ ഇട്ടിട്ട് വയ്ക്കും ആൾക്കാർ. പിന്നെ ചക്കയും മാങ്ങയും അത് വേറെ വഴിയുണ്ട്. എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ മഴയും വന്നു കഴിയുമ്പോൾ ഈച്ച പ്രളയമാണ്. പിന്നെ ഇപ്പോൾ ഈ വീടിന് നമ്മൾ നെറ്റ് വെക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും ഗ്രാമങ്ങളിലാണെങ്കിലേ ശരി കേട്ടോ.
നിങ്ങൾ നെറ്റ് വെക്കണം നല്ലതാണ്. ഇപ്പോൾ പാമ്പിൻ്റെ ഉപദ്രവമൊക്കെ എന്തോരം വീടുകളിലേക്ക് കേൾക്കണം, വീടിൻ്റെ ഉള്ളിൽ പാമ്പെന്നൊക്കെ. അപ്പം നമ്മൾ പുറം വാതിലിനും ജനലിനും തുറക്കുന്ന ജനലിനും മാത്രം മതിയല്ല, അതിനും നെറ്റ് പൈസ നമുക്ക് മുതലായിരിക്കില്ലല്ലോ എല്ലാവർക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തുറക്കുന്ന ജനലിനും പിന്നെ പുറത്തേക്കുള്ള വാതിലുകൾ ഏതോ അതിനും ഒരു നെറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇഴജന്തിക്കളും വീട്ടിൽ കയറില്ല. ഈച്ചയും പ്രാണിയൊക്കെ ഇതിപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കയറി എണ്ണതാണ്. അത് ഞാൻ ആ നെറ്റിൻ്റെയൊക്കെ പോയി പതിഞ്ഞിരിക്കും. പെട്ടെന്ന് നെറ്റ് അങ്ങോട്ട് തുറന്നു കൊടുക്കും, ഓടിപ്പോക്കുള്ളൂ. അങ്ങനെയൊക്കെ പുറത്താക്കും. അല്ലെങ്കിൽ കൊതുകിൻ്റെ പാറ്റി എടുത്തിട്ട് കൊന്നു കളയും. അങ്ങനെ ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, എല്ലാവരും ഒന്ന് നെറ്റൊക്കെ പിടിപ്പിച്ചാൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ. കാരണം നിറയെ കാടും പടലൊക്കെ ആയിരിക്കുമല്ലോ ചുറ്റും, കൃഷിയും എല്ലാം ഉണ്ടാവില്ലേ. അപ്പോൾ കുറച്ച് പൈസ മുടക്കിയാൽ എന്തിനാ കാര്യത്തിന് നമ്മൾ പൈസ മുടക്കണം? അപ്പോൾ ഈ ഒരു കാര്യത്തിനും കൂടെ മുടക്കി കഴിഞ്ഞാൽ നമ്മൾ സേഫായില്ലേ? കൊച്ചു കുഞ്ഞുങ്ങളും പിള്ളേരും വലിയവരായാലും ആരായാലും ഉള്ളതല്ലേ. അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന സംഭവം പൂർത്തിയായി. ഇനി ഞാനിത് തേങ്ങ ഇരണ്ടി അരച്ച് ഉണ്ടാക്കിയിട്ടൊക്കെ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് നിർത്താം അല്ലേ? കറിയൊക്കെ കാണിച്ചു തരാൻ പറ്റി കാണിക്കാട്ടോ, ഞാൻ നോക്കട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ. ടാറ്റയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക, സ്വല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മളുടെ കറിയുടെ പണിയെല്ലാം പൂർത്തിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർ. അപ്പോൾ